കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ലിമാക്സിലേക്ക് വന്നതാണ് കേട്ടോ. രാത്രിയിലെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ സാധനം വാങ്ങുന്ന എണ്ണങ്ങൾ ഓരോന്നോരോന്നായി കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോപ്പ് പൊടി അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടമൊക്കെ ഇട്ട് എല്ലാത്തിൻ്റെയും ഞാൻ റേറ്റ് നോക്കിയിട്ടാണ് വാങ്ങുമ്പോൾ പൂജിട്ട് പറയും എല്ലായിടത്തും ഓരോ മിനിറ്റ് ചെക്ക് ആവുമെന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി പെറുക്കി വാങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളി ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർമ്മ ഇല്ലാത്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എടുത്തിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉള്ളത് ഞാൻ വാട്സപ്പിൽ നോട്ട് ചെയ്തിട്ടാണ് കേട്ടോ പോവാറ്. പിന്നെ പാലും തൈരും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറി ഞാൻ നോക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് കുറച്ചധികം സമയം പോകും. ഞാൻ നല്ലത് ചെയ്ത് കുറേ നേരം നോക്കി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വരുന്ന ആൾക്കാർ കുറച്ച് നേരം പോസ്റ്റ് ആവും. ബാക്കി എനിക്ക് വലിയ പാടൊന്നുമില്ല. തക്കാളി ഞാൻ പഴുത്തതും ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് സമയം പോകും കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചെറുകളുടെ ഭാഗത്തും ഞാൻ അവിടെ അങ്ങോട്ട് ഇരിക്കും, എന്നിട്ട് നോക്കി പെറുക്കിയിട്ടൊക്കെയാണ് എടുക്കുക കേട്ടോ. നമ്മൾ കൊടുക്കണ കാശല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ 1-2 പൊട്ടായി കഴിഞ്ഞാൽ എനിക്ക് വലിയ വിഷമമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ ചിലപ്പോൾ നമ്മൾ വാങ്ങുന്നത് 8-10 ആയിരിക്കും. അതിൻ്റെ ഇടയിൽ 2 ചീഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് മസാലയുടെ ഇതുണ്ടായിരുന്നില്ലേ, ഗ്രാമ്പൂ പട്ട ഏലക്ക, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങി. അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ ഒരു പാക്കറ്റ് വാങ്ങി. അഥവാ ഇനി ഒരു പായസം വെക്കുകയാണെങ്കിൽ അതിനകത്ത് ഇടാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കണ്ട കുഞ്ഞു സാധനങ്ങൾ 10-20 രൂപയുടെയാണ്. പക്ഷേ എനിക്കത് ഓർമ്മയില്ലാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നത് ഡബിൾ ടേപ്പ് സെല്ലോ ടേപ്പും കാര്യങ്ങളും. പിന്നെ നമ്മൾ അഴല് കെട്ടാൻ വേണ്ടിയിട്ട്, അഴക്കല്ലേ നമ്മുടെ തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട്, അതിനും വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് മേലത്തെ സെക്ഷനിലാണ് പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴാ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളും അളുക്കോളും കട്ടിങ്ങും ഈ വെജിറ്റബിൾ കട്ടിങ്സിൻ്റെ സാധനങ്ങളൊക്കെ കൂടെ കണ്ടിട്ട് എൻ്റെ കിളിയുണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഇഡ്ലി ചെമ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അത് തുറന്നു നോക്കി, എല്ലാത്തിൻ്റെ വിലയാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇഡ്ലി ചെമ്പിൻ്റെ വില അതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെ അവരോട് ഇങ്ങനെ ചോദിക്കുന്നത് മോശമല്ലേ, നമ്മൾ വാങ്ങാണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നിൻ്റെ വില ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. വില ഉള്ളതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് പോന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു പാലട പ്രഥമൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട പ്രഥമൻ്റെ ഒരു പായസ പാക്കറ്റും കൂടെ വാങ്ങിയിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.